ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പരീക്ഷ എഴുതി പാസ്സാവാൻ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? ഞാൻ ഈ ജോലി താൽക്കാലത്തേക്ക് അതിൻ്റെ എന്താണ് ജോലിയിൽ അതിൻ്റെ സൈഡിൽ ഇത്രയും കഷ്ടപ്പെട്ട് സമയമെടുത്ത് പ്രിപ്പയർ ചെയ്ത് ഇത് സെലക്ഷൻ കിട്ടിയാൽ ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? അത് പറഞ്ഞുതരാൻ ഞാനാളല്ല, അത് സർവീസിൽ ഇപ്പോൾ ഉള്ള ഓഫീസർമാരിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ സക്സസ് സ്റ്റോറീസൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഒരു കഥ മാത്രം ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അഗർവാൾ എന്താണ്, കുറച്ച് വർഷം മുമ്പ് ഒരു ടോപ്പർ, മയങ്ക് അഗർവാൾ അല്ല, സോറി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഹോങ്കോങ്ങിലെ ഒരു വലിയ എന്താ പറയണ്ടേ പൊസിഷനിലായിരുന്നു. പ്രൈവറ്റ് സെക്ടർ ജോബാണ്, സ്വന്തം ഓഫീസൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് സിവിൽ സർവീസ് പഠിക്കണമെന്ന് വെച്ചിട്ട് ഡൽഹിയിലേക്ക് വന്ന് പ്രിപ്പറേഷൻ തുടങ്ങി. രാജസ്ഥാൻകാരനാണ്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങി. ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല. രണ്ടാമത്തെ അറ്റംപ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ മാരേജൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇവർ പിന്നെ എന്താണ് ഡൽഹിയിൽ ഭാര്യയെ പിരിഞ്ഞ് ഡൽഹിയിൽ വന്നിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി ഒരുപാട് വരും, കാരണം പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇദ്ദേഹം പരീക്ഷ ആ നെഗറ്റിവിറ്റിയൊക്കെ മറികടന്ന് അയാൾ പറഞ്ഞു വെച്ചാൽ ഞാൻ ഓടുമായിരുന്നു. ഈ ജോഗിങ്ങിന് പോകുമ്പോൾ ഭയങ്കര നെഗറ്റിവിറ്റിയും ഇത് കിട്ടില്ല പറ്റില്ല പേടിയൊക്കെ വരുമ്പോൾ ഒരുപാട് ഓടി എക്സോസ്റ്റ് ചെയ്ത് ശരീരത്തിന് വൈകുന്നേരം എന്നിട്ട് കിടന്നുറങ്ങുന്ന പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ചിന്തിക്കാനുള്ള നെഗറ്റീവ് ചിന്തിക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് IAS കിട്ടുന്ന 1ാം റാങ്കാണ് ആ വർഷത്തെ. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാം രാജസ്ഥാൻ കാഡറിൽ, ഞാൻ പേര് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, ക്ഷമിക്കണം. അപ്പോൾ രാജസ്ഥാൻ കാഡറിൽ IAS കിട്ടിയിട്ട് ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയാണെന്നല്ലോ, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു മസൂറിയിൽ. ആദ്യത്തെ പോസ്റ്റിംഗ് ഒരു രാജസ്ഥാൻ ഒരു ഇൻറ്റീരിയർ ലൊക്കേഷനിലാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഒരു ഗ്രാമം, അവിടെ 3-4 മണിക്കൂർ വൈദ്യുതി പോലും വരും. അപ്പോൾ കളക്ടറുടെ ബംഗ്ലാവിൽ സബ് കളക്ടറുടെ ആയിട്ടാണ്. അപ്പോൾ സബ് കളക്ടറുടെ ബംഗ്ലാവിൽ എന്തുണ്ട്, ഒരു ജനറേറ്ററൊക്കെ ഉണ്ട്. ആ ജനറേറ്റർ ഇട്ടാലും രാത്രിയൊക്കെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റില്ല. ഒരു എയർ പിന്നെ കൂളർ മാത്രമേ ഉള്ളൂ, വെള്ളമൊക്കെ ഒഴിക്കുന്ന കൂളർ ഉണ്ടല്ലോ, അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും ആ മുറിയിലാണ് വെച്ചിരിക്കുന്നത്. കാരണം കുട്ടിക്ക് എപ്പോഴും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഈ ഒറ്റ കൂളറുള്ള കറണ്ട് ഇല്ലാത്ത ഈ സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്, എന്നുവെച്ചാൽ ബംഗ്ലാവ്. ഓഫീസിലും അങ്ങനെ തന്നെ, എപ്പോഴും കറണ്ടൊന്നുമില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ATM ഇപ്പോൾ 15 പിന്നെ ദിവസം ഒരു തവണ പൈസ എടുക്കാൻ പറ്റും ATM ന്ന്. കാരണം ATM പോകണമെങ്കിൽ 4 മണിക്കൂർ യാത്ര ചെയ്യണം, ഏറ്റവും അടുത്ത ATM അല്ലെങ്കിൽ ബാങ്കിങ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സ്ഥലത്താണ് ആദ്യത്തെ പോസ്റ്റിംഗ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കും, ആ ഹോങ്കോങ്ങിൽ എൻ്റെ ക്യൂബിക്കിൾ ഓഫീസിലിരുന്ന് വലിയ അമ്പരചുംബികളായ കെട്ടിടത്തിൻ്റെ നടുക്ക് അതിലേറ്റവും ഉയരമുള്ള ബിൽഡിങ്ങിൽ എൻ്റെ നിലയിൽ നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സ്വന്തം ഓഫീസുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ലക്ഷക്കണക്കിന് രൂപയാണ് എൻ്റെ ശമ്പളം, ഐ ഹാവ് എവറിത്തിങ് എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്ന് ഞാൻ അവിടുന്ന് ഈ കറണ്ട് ഇല്ലാത്ത ഈ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ പരിചയമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തീരെ സൗകര്യങ്ങളില്ലാതെ രാത്രി നടക്കുമ്പോൾ ഈ വേർപ്പ് വിശറി കൊണ്ട് ഇങ്ങനെ വേർക്കണം, ചിലപ്പോൾ രാത്രിയൊക്കെ കറണ്ട് ഇല്ലെങ്കിൽ. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നത് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്ന് അദ്ദേഹം സ്വയം ചോദിച്ചു. ഇത് അദ്ദേഹം തന്നെ ഒരു ടോക്കിൽ ഡൽഹിയിൽ പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം 1000 വട്ടം യെസ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, സബ് കളക്ടറായിട്ട് ഓഫീസിലിരിക്കുന്ന ഒരു ദിവസം ഒരു വേർത്തൊലിച്ചൊരു വൃദ്ധ കടന്നു വരികയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പം 2-3 ദിവസമായി ഇവരെ കാണുന്നു, പിന്നെ ഇവരെ കണ്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവർ 2-3 ദിവസമായിട്ട് ഓഫീസിൽ കാണുന്നുണ്ട്. അപ്പോൾ വിളിച്ച് അന്വേഷിച്ചു, അവരെ വിളിക്കുമോ, എന്നിട്ട് പ്യൂൺ വിളിച്ച് എന്താ കാര്യം എന്ന് ഇദ്ദേഹം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 3.5 വർഷമായിട്ട് അവർക്ക് അവകാശപ്പെട്ടൊരു സ്ഥലത്തിൻ്റെ ഒരു രേഖ ഉണ്ടാക്കാൻ അവർ ആ ഓഫീസിൽ കയറി ഇറങ്ങണം. 3-3.5 വർഷം. അവിടുന്ന് 2.5 മണിക്കൂർ പോയാലാണ് അവരുടെ വില്ലേജ്, അവരുടെ ഗ്രാമം, താമസിക്കുന്ന സ്ഥലം. അവരൊരു കർഷകയാണ്. ആ സ്ത്രീ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് 3.5 വർഷമായിട്ട് ഈ ഓഫീസിൽ കയറി ഇറങ്ങുകയാണ്. അതിനിടയിൽ ഇത് സബ് കളക്ടറുടെ ഓഫീസൊക്കെയാണ്. കളക്ടറേറ്റിൽ പോകാൻ പറയും, അങ്ങനെ പോകും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കും, അങ്ങനെ റെഡ് ടാപ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ചുവപ്പ് നാടം. ഇദ്ദേഹം നോക്കുമ്പോൾ ഒരു സബ് കളക്ടറുടെ എല്ലാ അധികാരവും ഉപയോഗിച്ച് ഒപ്പിടാൻ പറ്റുന്ന അത്രേ അതുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് മുമ്പ് ഈ സീറ്റിൽ 3.5 വർഷത്തിനിടയിൽ 3 പേരും മാറിപ്പോയിട്ടുണ്ട്, അവരൊപ്പിട്ടിട്ടില്ല. കാരണം അവരുടെ ഒരു പേടി ഞാൻ ചെയ്യേണ്ടതാണോ ഇത്തരത്തിൽ ഇവർ ഇഗ്നോർ ചെയ്തു. കാരണം ഈ ക്ലർക്ക് അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസിൽ നിന്ന് ഒരിക്കലും സബ് കളക്ടറുടെ മുമ്പിലേക്ക് ഈ കടലാസ് എത്തൂല. ഇതെന്തോ ഭാഗ്യം കൊണ്ട് ഇദ്ദേഹം ശ്രദ്ധിച്ചതാണ്. അപ്പോൾ അപ്പം തന്നെ ഒപ്പിട്ട് കൊടുത്തു. ഇത് അപ്പം തന്നെ ഫോർവേഡ് ചെയ്യാൻ സെക്ഷൻ ഓഫീസറോട് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാർ 3.5 വർഷത്തെ എൻ്റെ മകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം എനിക്ക് വെക്കണമായിരുന്നു, ബാങ്കിൽ കോലാറ്ററൽ, അതിനും മറ്റാവശ്യങ്ങൾ എന്തൊക്കെയോ കടമൊക്കെ മേടിച്ചിട്ട് കടക്കണിയായി. കാരണം ഈ സ്ഥലം പണയം വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വായ്പ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ സാറിൻ്റെ ഒരു ഒപ്പ് കൊണ്ട് വലിയൊരു പ്രശ്നം, എൻ്റെ കടയൊക്കെ എനിക്ക് കുറച്ച് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈകുപ്പിക്കൊണ്ട്. അപ്പോൾ
ഇദ്ദേഹം പറയുന്നത് അവരുടെ മുമ്പിൽ എൻ്റെ തൊണ്ടയിടറി എൻ്റെ കണ്ണ് നിറഞ്ഞു എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ഒരു 100 ആൾക്കാരെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് എല്ലാ ആഴ്ചയും കാണാൻ പറ്റുന്നൊരു ജോലി, അതാണ് ഈ ജോലിയുടെ മഹത്വം. അവിടെ നമുക്ക് വേറൊന്നും വേണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്താൽ പോലും വലിയ 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 മാറ്റങ്ങൾ വരും. നമുക്ക് കുറച്ചുകൂടി ഇന്നോവേറ്റീവായിട്ട് ഐഡിയാസൊക്കെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അനീതികൾ ഉൾപ്പെടെ എല്ലാം മാറ്റാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് അക്കോർഡിംഗ് ടു ദം, ഈച്ച് വൺ ഓഫ് ദം, യെസ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനമാണ്, പ്രൊഫഷണൽസാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വർക്ക് ലൈഫ് എക്സ്പീരിയൻസിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഉചിതമായൊരു തീരുമാനം എടുക്കാം. തീർച്ചയായിട്ടും വേറെ ആരും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ബിക്കോസ് നോബഡി ഓസ് ഇറ്റ് ടു യു, അല്ലേ, നോബഡി ഓസ് ഇറ്റ് ടു യു എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ ഇത് എഴുതിയോ ഇല്ലയോ എന്നുള്ളത് ആരെയും ബാധിക്കുന്ന കാര്യമില്ല, നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളൊരു പക്ഷേ എടുക്കുന്നൊരു തീരുമാനം അതിന് വലിയ വലിയ മാറ്റം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. തീർച്ചയായിട്ടും ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കാം. എന്തായാലും നമുക്ക് ഇന്നിവിടെ നിർത്താം, കൂടുതൽ കാര്യങ്ങൾ പിന്നെ. താങ്ക് യു സോ മച്ച് ചേർന്നതിനും ഇന്ന് നമ്മളെ സംസാരത്തിൽ പങ്കെടുത്തതിനും. താങ്ക് യു.